ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വാഷി ടൈപ്പ് ആട്ടോ. നമ്മളിവിടെ 5 ഡിസൈൻസിലുള്ളത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യത്തേത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനൊരു A4 ഷീറ്റ് എടുക്കുന്നുണ്ട്. A4 ഷീറ്റിനെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ കട്ട് ചെയ്ത പേപ്പറുകൾ നമ്മൾ നീളത്തിൽ ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ ആദ്യം ചെയ്യുന്ന ഡിസൈൻ ഗ്രിൽ ലൈൻസ് ആട്ടോ. അപ്പോൾ ജെൽ പെൻ എടുത്തിട്ട് ഞാൻ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഫുൾ ഗ്രിൽ ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ചെയ്തിട്ടുള്ളത് ഒരു A4 ഷീറ്റ് എടുത്തിട്ട് ബ്ലൂ കളർ വാട്ടർ കളർ ഫുൾ ആയിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ പെൻസിൽ ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതി കൊടുക്കുക കേട്ടോ അതിൽ. എന്നിട്ട് അതിനെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ കൂട്ടി യോജിപ്പിക്കണം കേട്ടോ മുഴുവനായിട്ടും. ഇനി മൂന്നാമത്തെ വാഷി ടൈപ്പ് എങ്ങനെ ചെയ്ത് നോക്കാം. അതിനായിട്ട് A4 ഷീറ്റ് എടുത്തിട്ട് നമ്മൾ ബ്രൗൺ കളർ മുഴുവനായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ചുകൂടി ഡാർക്ക് ബ്രൗൺ ആയിട്ടുള്ള സ്കെച്ച് പെൻ എടുക്കുക. എന്നിട്ട് ഹാർട്ട് ഷേപ്പ് മുകളിലും താഴെയായിട്ട് മുഴുവനായിട്ടും നമ്മൾ കട്ട് ചെയ്ത പേപ്പറിൽ അടിച്ചു കൊടുക്കട്ടോ. അടുത്തത് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഈസി മെത്തേഡ് ആട്ടോ. നമ്മൾ ഇന്നലെ ബട്ടർഫ്ലൈ സ്റ്റിക്കർ ചെയ്തില്ലേ, അതിന്റെ ലോങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ചാനലിൽ. കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കണ്ടോളൂ കേട്ടോ. അപ്പോൾ അതേ മെത്തേഡാണ്. നമ്മുടെ കയ്യിലുള്ള ഒരു പഴയ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. എന്നിട്ട് ഈ വാഷിംഗ് ടേപ്പിന്റെ പോലെ നീളത്തിൽ കട്ട് ചെയ്യുക കേട്ടോ. നീളത്തിൽ കട്ട് ചെയ്ത് ഈ പേപ്പറിനെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ യോജിപ്പിക്കുക. നീളത്തിൽ വെച്ചിട്ട് ഗം വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ബ്രഷ് പെന്നോ വാട്ടർ കളറോ വെച്ചിട്ട് അതിനൊന്ന് കളർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ഈസി ആയിട്ടുള്ള വാഷി ടേപ്പ് സെറ്റ് ആയി കിട്ടും കേട്ടോ. ഇനി ലാസ്റ്റത്തെ വാഷി ടേപ്പ് ആട്ടോ. അത് ചെയ്യാനായിട്ട് ഞാൻ ബ്രൗൺ കളർ ആട്ടോ അടിച്ചു കൊടുത്തിട്ടുള്ളത്. അതിനെ നേരത്തെ ചെയ്ത പോലെ തന്നെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ബ്ലാക്കും സ്കെച്ച് പെന്ന് കൊണ്ട് ഫുൾ ഗ്രിൽ ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ വാഷി ടേപ്പും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ വാഷി ടേപ്പ് ഒന്ന് ചുറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഒരു കട്ടിയുള്ള പേപ്പർ ഇങ്ങനെ വള പോലെ ആക്കുക കേട്ടോ. വള പോലെ ആക്കിയിട്ട് ഈ വാഷി ടേപ്പ് മുഴുവനായിട്ടും അതിന്റെ മുകളിൽ ഒന്ന് ചുറ്റി കൊടുക്കണേ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ വാഷി ടേപ്പ് ഒക്കെ ഒന്ന് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കട്ടിയുള്ള പേപ്പർ എടുക്കുക. എന്നിട്ട് ഒരു വള പോലെ ആക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ വാഷി ടേപ്പ് മുഴുവനായിട്ടും അതിന്റെ മുകളിൽ റോൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ റോൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീഡിയോയിൽ കാണിച്ച പോലെ ചെറിയൊരു പേപ്പർ എടുത്തിട്ട് അതിന്റെ എൻഡിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ റോൾ ചെയ്ത ഈ വാഷി ടേപ്പ് അതുകൊണ്ട് തന്നെ അഴിഞ്ഞു പോകട്ടോ. അഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. ഈ ജനൽ സപ്ലീസ് ഉണ്ടാക്കുന്നതിന്റെ പാർട്ട് 1 ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടോളൂ കേട്ടോ.